സോ S3-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് നറേറ്റീവ്സ് ഓഫ് റെസിസ്റ്റൻസിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഡ്രിയൻ റിച്ച് ഏത് പോയത്തിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? വാട്ട് കൈൻഡ്സ് ഓഫ് ടൈംസ് ആർ ദീസിൽ? അത് ബെർട്ടോൾട്ട് ബ്രെറ്റിൻ്റെ ടു ദോസ് ബോൺ ലേറ്റർ എന്നുള്ള വർക്കിനോട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പോയത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇമാജിനേഷൻ ഓഫ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഇമാജിനേഷൻ ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ സൊസൈറ്റി എൻവിഷൻ കറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ്. ദെൻ മഹമ്മൂദ് ഡാർവിഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്? അറബിക് ലാംഗ്വേജിൽ. തിഷാനി ഡോഷി അവരുടെ പോയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഗ്രാൻഡ് മദറിനാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും, അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോയിൻറ്റ്സ് ആയിട്ട്. ദെൻ ലൂസിൽ ക്ലിഫ്റ്റൻ്റെ എന്തുകൊണ്ടാണ് റിവറിനെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് വിളിക്കുന്നത്? ബിക്കോസ് അത് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ പെർസിവറൻസിനെയാണ് റിവർ സിഗ്നിഫൈ ചെയ്യുന്നത്. ദെൻ വിന്നി മണ്ടേല സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ വർക്കിനെ കുറിച്ചാണ്. അതായത് വൈ ഡസ് വിന്നി മണ്ടേല സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് എ ഹസ്ബൻഡ് ഇൻ പീറ്റർ ഡേവിസ് ഡോക്യുമെൻ്ററി? പീറ്റർ ഡേവിസിൻ്റെ ഡോക്യുമെൻ്ററിയിൽ എന്തുകൊണ്ടാണ് വിന്നി മണ്ടേല ഹസ്ബൻഡിൻ്റെ ബിഹാഫിൽ സംസാരിക്കുന്നത്? ബിക്കോസ് നെൽസൺ മണ്ടേല ആ സമയത്ത് ഇംപ്രിസൺഡ് ആയിരുന്നു ആൻഡ് ഹി കുഡിൻറ്റ് സ്പീക്ക് പബ്ലിക്കലി ആ സമയത്ത്. അതുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്, വൈഫ് സംസാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്പിറസി എന്നുള്ള വേർഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കോൺസ്പിറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢാലോചന, അതായത് ഒരു സീക്രറ്റ് പ്ലാൻ ബൈ എ ഗ്രൂപ്പ്. അവർ എന്തെങ്കിലും അൺലോഫുൾ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതാണ് കോൺസ്പിറസി. സജോണ ട്രൂത്തിൻ്റെ എയിൻ്റെ എ വുമൺ എന്നുള്ളത് സ്പീച്ച് ഡെലിവറി ചെയ്ത് 1851 പിന്നെ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കെ സരസ്വതി അമ്മ ആരുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ റൈവൽ ആരാണ്? അപ്പം റൈവൽ എന്ന് വെച്ചാൽ പേട്രിയാർക്കിക്കെതിരെയാണ് ഇവർ എഴുതുന്നത്. പിന്നെ ദ കാർപ്പറ്റ് ഫീവർ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലൈൻ തന്നേക്കുവാണ്. ദിസ് ഈസ് ഇൻ എ റഷ്യൻ പോയം, ദിസ് ഈസ് നോട്ട് സംവെയർ എൽസ് ബട്ട് ഹിയർ. ഈ ലൈനിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ ശരിക്കും പറഞ്ഞ് എംഫസൈസ് ചെയ്യുന്നത് സൊസൈറ്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഒപ്രഷനെയും റെസിസ്റ്റൻസിനെയാണ്. ആ ഒപ്രഷനും റെസിസ്റ്റൻസും യൂണിവേഴ്സലി ആയിട്ട് ഒക്കർ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അത് ഫാർ അവേ പ്ലേസസിൽ മാത്രമല്ല, അതിവിടെയും ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെവർട്ടോവിൻ്റെ പോയത്തിൽ സെൻട്രൽ പാരഡോക്സ് എന്താണ്? അപ്പം സെൻട്രൽ പാരഡോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് പീസിന് വേണ്ടി ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോർ കണ്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ വോറിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ എന്നാലും ഹ്യൂമൻ ബീയിങ്സ് അവിടെയും തേടുന്നത് എന്താണ്? സമാധാനം ആണ്. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വോറാണെന്ന് നമ്മൾ പറയത്തില്ലേ, യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്താ വേണം? ഒരു പീസ്ഫുൾ മൈൻഡാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വോറിൽ അല്ലെങ്കിൽ ബാറ്റിൽസിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡിലെ സ്പീക്കർ ആരാണ്? ഒരു പാലസ്റ്റീനിയൻ മാനാണ്. അയാളുടെ ഐഡൻറ്റിറ്റി ആരുടെ മുമ്പിലാണ് പറയുന്നത്? ഇസ്രയേലി ഒഫീഷ്യലിൻ്റെ മുമ്പിലാണ് പറയുന്നത്. 14th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ജോസഫിൻ്റെ ക്വസ്റ്റ്യനാണ്. വി ആർ ഓൾ ലെയിം ആൻഡ് ഫ്ലൈയിങ് എന്ന് പറയുന്നതിനോട് എസ് ജോസഫ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? അപ്പം നമ്മളെല്ലാവരും ലേമൻ ആണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓർഡിനറി ഇൻഡിവിജ്വൽസ് ആണ്, നമുക്ക് പക്ഷേ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ ലൂസിലെ ക്ലിഫ്റ്റൺ മെൻസ്ട്രേഷനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നാച്ചുറൽ അല്ലെങ്കിൽ പവർഫുൾ അഫർമേഷൻ ഓഫ് ലൈഫ് ആൻഡ് വുമൺഹുഡ്. അപ്പാർത്തിയുടെ എന്ന് പറഞ്ഞ സിസ്റ്റം എന്താണ്? റേഷ്യൽ സെഗ്രിഗേഷൻ, അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ദെൻ സജോണ ട്രൂത്ത് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? അതായത് ഇഫ് ഈവ് എന്ന് പറയുന്ന ആ വുമൺ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും ഫോളിന് കാരണമായി എങ്കിൽ ഇപ്പോഴത്തെ സ്ത്രീകളെന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഫോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മോഡേൺ വിമൺ ആണ്. ഓക്കെ, പിന്നെ ദ സെക്കൻഡ് സെക്സ് ബൈ സൈമൺ ടി ബിവർ എന്ന് പറയുന്നത് നിക്കറ്റ് സാഹിബിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഐഡിയാസിനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതൊന്നും ആലോചിച്ച് വെച്ചേക്കണം. സെക്കൻഡ് സെക്സ് ബൈ സൈമൺ ടി ബിവർ. ആലിസ് മൺട്രോയുടെ സ്റ്റോറിയിൽ ബോയിയുടെ നെയിം സിഗ്നിഫൈ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻസിനെയും അല്ലെങ്കിൽ റോൾസിനെയാണ് സൊസൈറ്റി അവനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിമത് സാദത്തിൻ്റെ അഫ്ഗാനിസ്ഥാനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്? ആസ് എ ലാൻഡ് ഓഫ് ബ്യൂട്ടി, പക്ഷേ ഓപ്പറേഷനും വോറും ആ സ്ഥലത്ത് ഉണ്ട്. ദെൻ 100 വേർഡ്സിൻ്റെ ക്വസ്റ്റൻ ആണ്, അതായത് ലോങ് പാരഗ്രാഫിൻ്റെ ക്വസ്റ്റൻ ആണ്. ഡെനിസ് ലെവറ്റോവ് എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് പോയം വിത്ത് പീസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്? അതായത് പോയം ആണെന്നുണ്ടെങ്കിലും പീസ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും എന്തുകൊണ്ട് വേണം? എഫേർട്ട് വേണം അല്ലേ, ഒരു ക്രിയേറ്റിവിറ്റി വേണം, സംതിങ് മീനിങ് ഫുൾ ആയിട്ട് കെയോസിൻ്റെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് വേണം. ദെൻ
ലൈഫിൻ്റെ ഇംപെർമനൻസിനെ കുറിച്ച് എസ് ജോസഫ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അത് ഫ്ലീറ്റിംഗ് മൊമെൻറ്റ്സ് എന്നുള്ള ഇമേജറിയിലൂടെയാണ് അത് കാണിക്കുന്നത്. അതായത് ഡെത്ത് ഇന്നെവിറ്റബിൾ ആണെന്നും മൊമെൻറ്റ്സ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. തിഷാനി ദോഷിയുടെ പോയത്തിലുള്ള സ്ത്രീകളെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? തിഷാനി ദോഷിയുടെ പോയത്തിലുള്ള സ്ത്രീകളെന്ന് പറയുന്നത് അവരുടെ ബോഡിലി ബൗണ്ടറീസ് എല്ലാം അവർ എംബ്രേസ് ചെയ്തിട്ട് ലൈഫിനെ അതിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എസൻസിൽ അവർ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തസ്ലീമ നസ്രീൻ എക്സ്പ്ലോർ ചെയ്യുന്ന എന്തൊക്കെ തീംസാണ് അവരുടെ വർക്കിൽ? എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, സർവൈവൽ ഉണ്ട്, സ്ത്രീകളുടെ റെസീലിയൻസ് ഉണ്ട്. അതാണ് ഗാർമെൻറ്റ് ഫാക്ടറിക്കകത്ത് അതിനകത്ത് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ ജൂലിയൻ അസാഞ്ചിൻ്റെ കോൺസ്പിറസീസ് എന്നുള്ള വർക്കിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കോൺസ്പിറസീസ് എന്ന് പറയുന്ന ഷാഡോ ഗവൺമെൻറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുവാണ്. അത് നമ്മുടെ ആക്ഷനെ സീക്രട്ടായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സജേർണർ ട്രൂത്ത് എന്താണ് അവരുടെ വർക്കിലൂടെ ആർഗ്യൂ ചെയ്യുന്നത്? ഇക്വാളിറ്റി, അതായത് ഫെയ്ത്ത് വേണം, ലോജിക്ക് വേണം, പേഴ്സണൽ എക്സ്പീരിയൻസ് വേണം. എന്നാൽ മാത്രമേ ജെൻഡറിനെയും അങ്ങനെയുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജസിൻഡ കെർക്കേറ്റയുടെ അവർ ഹിന്ദിയിലും എഴുതുന്നുണ്ട്, ബിക്കോസ് ടു റീച്ച് ദി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ അവരുടെ ട്രൈബൽ കൾച്ചർ പ്രിസർവ് ചെയ്യാനും കൂടി അവർ ആ ഒരു രീതിയിലും ആ കൾച്ചറും ആ ലാംഗ്വേജും ഒക്കെ അവർ പ്രിസർവ് ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് നെൽസൺ മണ്ടേലയെക്കുറിച്ച് ചോദിക്കാം, ആ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ആ ഡോക്യുമെൻ്ററി എടുത്ത ആൾ ആരാണെന്നും നെൽസൺ മണ്ടേലയുടെ ഹോൾ ലൈഫും അതിനെക്കുറിച്ച് അതിനകത്ത് വരുന്ന ഇൻസിഡൻസ് എന്താണെന്നും നമ്മൾ എഴുതുക. പിന്നെ ട്രഡീഷണൽ വെസ് മോഡേൺ കോൺസ്പിറസീസ് ബൈ ജൂലിയൻ അസാഞ്ച്. എന്തിനെക്കുറിച്ച്? ട്രഡീഷണൽ കോൺസ്പിറസീസ് എങ്ങനെയായിരുന്നു, മോഡേൺ കോൺസ്പിറസീസ് എങ്ങനെയായിരുന്നു? ട്രഡീഷണൽ കോൺസ്പിറസീസ് എന്ന് വെച്ചാൽ ക്ലോസ് നെറ്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു, സീക്രട്ട് ആയിരുന്നു. മോഡേൺ കോൺസ്പിറസീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നെറ്റ്വർക്ക് ആൻഡ് ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഇൻ ആലിസ് മെൻട്രോയുടെ ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് ഹ്യൂമൻസും ആനിമൽസും നമ്മൾ പാരലൽസ് ആണ് ഇവിടെ പറയുന്നത്, ജെൻഡർ റോൾസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്. ഓക്കെ. ദ ഗേൾ പ്രൊട്ടഗോണിസ്റ്റ് ഇവിടെ ഹോഴ്സിൻ്റെ സ്ട്രഗിളുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഫ്രീഡം കാണിക്കാൻ വേണ്ടി. അതുപോലെ ബോയ് ചൈൽഡ് എന്തിനെയാണ് കാണിക്കുന്നതെന്നും പറയുക. പിന്നെ കാർപ്പറ്റ് വീവറിനകത്തുള്ള കൾച്ചറൽ അല്ലെങ്കിൽ സൊസൈറ്റൽ നോംസ് എന്താണ്? ഇപ്പോൾ സെക്ഷുവാലിറ്റി, ഫാമിലി, ഓണർ, ഇൻഡിവിജ്വൽ ഫ്രീഡം, അഫ്ഗാനിസ്ഥാനുള്ള ഇങ്ങനത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത് കാർപ്പറ്റ് വീവറിനകത്ത്. ഇപ്പോൾ പ്രൊട്ടാഗണിസ്റ്റ് കനിഷ്ക എന്ന് പറയുന്നത് കൾച്ചറിനെതിരെ ബാറ്റിൽ ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ബാറ്റിൽ ചെയ്യുന്നുണ്ട്, ആർട്ടിസ്റ്റിക് ആസ്പിറേഷൻസിന് വേണ്ടി ബാറ്റിൽ ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്.